CPI ഘടകകക്ഷിയാണ്, ഒപ്പം ഭരിക്കുന്നവരാ. അവർ പറയുന്നു മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മുഖം വികൃതമാണ് എന്നാണ്. എന്നിട്ടും ഉളുപ്പില്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരൻ ഈ രാജ്യത്ത് ഇറങ്ങി നടക്കാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വരുന്നു? ഇന്ന് തൃശ്ശൂരിൽ വന്നിരിക്കുന്നു. ഈ തൃശ്ശൂരിലെ ജനങ്ങളെ അവരുടെ ആത്മനിയന്ത്രണത്തെ, ആത്മസംയമനത്തെ പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ കൊള്ളക്കും മാതൃകയായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നിങ്ങളുടെ ജില്ലയിൽ വന്നു പോയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം വരുമ്പോഴുള്ള പോലീസിന്റെ സന്നാഹം കണ്ടിട്ടുണ്ടോ? എത്രയാണ് വണ്ടി, എത്രയാണ് പോലീസുകാർ? 10 മീറ്റർ ഡിസ്റ്റൻസിൽ പോലീസ് വേണമെന്നാണ്. നേരത്തെ ഉണ്ടായിരുന്നു 40-40ഓളം വണ്ടികൾ. അതിന് പുറമെ വീണ്ടും അതുപോലെ വണ്ടികൾ. ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോഴുള്ള യാത്രാ സൗകര്യം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. മാസം അതിന് 80 ലക്ഷം രൂപ മാറ്റിവച്ചിരിക്കുന്നു അദ്ദേഹത്തിന്. ഞാൻ പ്രിയപ്പെട്ട പിണറായി വിജയനോട് ചോദിക്കട്ടെ, താങ്കളെ ആർക്കാണോ ഈ കേരളത്തിൽ ആവശ്യം? ആർക്കും വേണ്ടാത്ത ചരക്കാൻ നിങ്ങൾക്ക് ആരിൽ നിന്നാ ഭീഷണി? ആരാണ് നിങ്ങളെ പറയുക വരുന്നത്? ഒരു പട്ടിയും നിങ്ങളെ പറയുകയില്ല. നിങ്ങളെ ഭയപ്പാടുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അതിനുവേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദൂർത്തടിക്കേണ്ട എന്നാണ് പിണറായി വിജയനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോൾ ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ ജയിലിലാണ്. എങ്ങനെ ആരാ ജയിലിൽ എത്തിച്ചത്? അനിൽ അക്കരയാണ്. അദ്ദേഹം ഉയർത്തിയെടുത്ത ആരോപണത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇതേ അദ്ദേഹം ശിവശങ്കർ ജയിലിലാണ്. ഞാൻ ചോദിക്കുന്നു, ശിവശങ്കർ ജയിലിൽ കിടക്കുമ്പോ, സെക്രട്ടറി ജയിലിൽ കിടക്കുമ്പോ ആ ഫയലിൽ ഒപ്പിട്ട മന്ത്രി, അത് മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം ജയിലിൽ കിടക്കട്ടെ? എന്തുകൊണ്ട് പിണറായി വിജയൻ കിടന്നില്ല? ആരാണ് പിണറായി വിജയനെ സംരക്ഷിച്ചത്? നാണം കെട്ട ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം. കോൺഗ്രസ് രഹിത ഭാരതമാണ് നമ്മുടെ മുദ്രാവാക്യം. ആ കോൺഗ്രസ് രഹിത ഭാരതം എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാകണമെങ്കിൽ കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് ജയിക്കരുത്. കോൺഗ്രസിനെ തോൽപ്പിക്കണം. CPM-നെ അവർ സഹായിക്കും. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ആ സന്ധിയിൽ പിണറായി വിജയന് സംരക്ഷണം ഒരുക്കുന്നു ആര്? കേന്ദ്ര സർക്കാർ. നിങ്ങൾക്കറിയാമല്ലോ പിണറായി വിജയനെതിരെയുള്ള കേസ്. മറ്റൊന്ന് ലാവലിൻ കേസ്. 37 തവണയായ കേസ് മാറ്റിവെക്കുന്നു സുപ്രീം കോടതിയിൽ. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ 37 തവണ ഒരു കേസ് മാറ്റിവെച്ചത്? ആ കേസ് എടുത്താൽ ഇരുമ്പഴിയിലേക്ക് പോകും പിണറായി വിജയൻ എന്ന് സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ ആ കേസെടുക്കാൻ സമ്മതിക്കാത്ത വിധം മാറ്റി കൊടുക്കും. പിണറായി വിജയനെ സംരക്ഷിക്കുന്നു ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് BJPയുടെ നേതാക്കന്മാരുടെ കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നു ഇടതുപക്ഷ സർക്കാർ. കെ സുരേന്ദ്രന്റെ കള്ളപ്പണം പിടിച്ചപ്പോ ഒരു ക്രൈംബ്രാഞ്ച് പോലും അന്വേഷിച്ചില്ലല്ലോ, ഒരു വിജിലൻസ് പോലും അന്വേഷിച്ചില്ലല്ലോ. കൊടകര കുഴൽപ്പണം അന്വേഷിച്ചില്ലല്ലോ. ആ കേസ് അവർക്ക് വേണ്ടി CPM-ന് വേണ്ടി BJP-യും ഒരു അന്തർധാര പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് പിണറായി വിജയൻ ഇന്ന് നിങ്ങളുടെ ഈ ജില്ലയിലെ കളക്ടറേറ്റിൽ വന്ന് തിരിച്ചു പോകാൻ അവസരം ഉണ്ടാക്കിയതല്ലെങ്കിൽ എന്തോ അവർ ജയിലിൽ കിടക്കേണ്ടുന്നവരാ. ഞാൻ പറഞ്ഞു വരുന്നത്, കട്ടുമുടിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ ഇവിടെ നടന്ന അഴിമതി 1, 2, 3 ബിരിയാണി ചെമ്പൊക്കെ നമ്മൾ കേട്ടില്ലേ?